കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ന്യൂ സൗത്ത് വെയിൽസിലെ അവസ്ഥ ഇതായിരുന്നു കേട്ടോ. തോരാതെയുള്ള മഴയായിരുന്നു. ചെറിയ മഴയിൽ തുടങ്ങി പിന്നെ അത് ഭയങ്കര സ്റ്റോം ആയിട്ടോ. നമുക്കിവിടെ ആണെങ്കിൽ നല്ല രീതിയിൽ മഴയായിരുന്നു. കാണുമ്പോൾ തന്നെ പേടിയാവുന്ന പോലത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ഞാനിവിടെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ കാണുന്നത്. നമ്മളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിരുന്നു, പക്ഷേ അവിടെ നമ്മൾ പെട്ടുപോയി. തിരിച്ച് വീട്ടിലോട്ട് പോരാൻ പറ്റാതെ ഭയങ്കര മഴയും കൊടുങ്കാറ്റും അതുപോലെ തന്നെ വഴിയിലൊക്കെ മരങ്ങളൊക്കെ വീണ്ടും ബ്ലോക്കൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അവിടെ സ്റ്റേ ചെയ്യുന്ന നമ്മൾ തോണ്ടനിലായിരുന്നു കേട്ടോ. അവിടെ കറണ്ട് പോയിട്ടുണ്ടല്ലോ, ഏകദേശം 2 ഡേയ്സ് കഴിഞ്ഞിട്ടാണ് കേട്ടോ കറണ്ട് വന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിൻ്റെ ചാർജൊക്കെ തീർന്നു. പിന്നെ നമ്മൾ ഫോൺ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് വേറെ ഓപ്ഷൻസ് ട്രൈ ചെയ്തില്ല. കാരണം ഫോണും സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാണ്ട് ഒരു ദിവസം സ്പെൻഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. നമ്മുടെ വീടിൻ്റെ അവിടെ കുറച്ചും കൂടെ സേഫ് ആയിരുന്നു. നമുക്ക് ഇലക്ട്രിസിറ്റിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മഴയൊന്ന് ശാന്തമായപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടി നമ്മുടെ വീട്ടിലോട്ട് പോകുന്നു. പിന്നെ എല്ലാം ഒന്ന് ഒതുങ്ങിയതിന് ശേഷമാണ് അവർ തിരിച്ചു പോയത് കേട്ടോ. ഫോണും ടി വി ഒന്നും ഇല്ലാത്തതുകൊണ്ട് എന്താണെന്നറിയാമോ, നമ്മൾ രാത്രി മുഴുവൻ പണ്ടൊക്കെ നാട്ടിലൊക്കെ നമ്മൾ സംസാരിച്ചിരിക്കത്തില്ലേ, അതുപോലെ രാത്രി മുഴുവൻ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നു. എല്ലാവരും തമ്മിൽ ഒത്തിരി സമയം സ്പെൻഡ് ചെയ്തു. കിഡ്സിനാണെങ്കിൽ ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കും കേട്ടോ. ഗെയിംസും ടി വി ഒന്നും ഇല്ലാതെ ഫുൾ ടൈം കളിയൊക്കെ ആയിട്ട് അവരും സമയം സ്പെൻഡ് ചെയ്തു. ശരിക്കും ജീവിതത്തിൽ ഇങ്ങനത്തെ സമയമൊക്കെ കിട്ടുമ്പോഴാണ് നമ്മൾ റിയലൈസ് ചെയ്യുന്നത് ഈ ടി വിയും ഫോണും ഒക്കെ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ വാംത് എന്തുമാത്രം കുറയ്ക്കുന്നു, നമ്മുടെ സമയം എന്തുമാത്രം സ്റ്റീൽ ചെയ്യുന്നു എന്നൊക്കെ. ആക്ച്വലി സിറ്റുവേഷൻസ് ഇത്ര ശാന്തമായിരുന്നില്ല കേട്ടോ. ഇതിപ്പം നമ്മുടെ ആ വലിയ മഴയുടെയും ഇടിയുടെയും ഒക്കെ സമയം കഴിഞ്ഞതിന് ശേഷം എല്ലാം ഒന്ന് ശാന്തമായി കഴിഞ്ഞതിന് ശേഷം എടുത്ത് വീഡിയോസാണ് കേട്ടോ. ആ ദിവസങ്ങളിൽ ഫോണൊന്നും ഇല്ലായിരുന്നതുകൊണ്ട് അതിൻ്റെ സിവിയോറിറ്റി നമുക്ക് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. ശരിക്കും ഇടിയും മഴയൊക്കെ നമ്മൾ ഒത്തിരി പേടിപ്പിച്ചെങ്കിലും ഉണ്ടല്ലോ, നമുക്ക് എവിടെയൊക്കെയോ നഷ്ടമായി പോയി ആ പഴയ നാളുകളില്ലേ, കറണ്ടും ടി വിയും ഒന്നും ഇല്ലാതെ എല്ലാവരോടും ഒന്നിച്ചിരുന്ന് സംസാരിക്കുകയും ഒത്തിരി സമയം സ്പെൻഡ് ചെയ്യുകയൊക്കെ ചെയ്ത നല്ല നാളുകൾ, അതിൻ്റെ കുറേ ഓർമ്മകൾ തിരികെ കിട്ടിയെന്ന് പറയാൻ പറ്റും കേട്ടോ. എത്രത്തോളം സംസാരിക്കുന്ന അത്രത്തോളം നമ്മുടെ ബന്ധങ്ങൾ തീവ്രമാകും അല്ലേ. അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക.